നമസ്തേ, വെൽക്കം ടു 48 ഫ്രെയിംസ് മലയാളം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോക്സിക് വർക്ക് പ്ലേസിനെ കുറിച്ചിട്ടാണ്. ജനറലി നമ്മൾ ടോക്സിക് എന്ന് പറയുമ്പം നമ്മളത് റിലേഷൻഷിപ്പിലോട്ട് മാത്രമായിട്ട് ഒതുക്കാറാണ് ചെയ്യുന്നത്. ഇപ്പം വർക്കിംഗ് ആയിട്ട് മിക്കവാറും എല്ലാവരും വർക്കിംഗ് ആൾക്കാരാണ് അപ്പം ഒരു 9 to 12 hours ഒക്കെ നമ്മൾ നമ്മുടെ വർക്ക് പ്ലേസിലായിരിക്കും ഉണ്ടാവുക. അവിടുത്തെ ഒരു എൻവയൺമെൻറ്റ് എത്രത്തോളം ഹെൽത്തി ആണോ അത്രത്തോളം നല്ലതാണ്. പക്ഷെ ചില ആൾക്കാർ ഒരു ടോക്സിക് എൻവയൺമെൻറ്റിലായിരിക്കും ഉണ്ടാവുക. ഇപ്പം ടോക്സിക് വർക്ക് പ്ലേസ് എന്ന് നമ്മൾ പറയുമ്പം അത് നിങ്ങളുടെ ടീം മെമ്പേഴ്സിൻ്റെ ബിഹേവിയർ ആവാം, ആ ഒരു ഓർഗനൈസേഷൻ്റെ വർക്ക് കൾച്ചർ ആവാം, നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടിംഗ് ഹെഡിൻ്റെ ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാവാം, അവരുടെ ഒരു ഫീഡ്ബാക്ക് കൊടുക്കുന്ന ഒരു രീതിയാവാം, ഇല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഓർ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലായ്മയാവാം. ഇതൊക്കെയാണ് നമുക്ക് ഒരു ഒരു ടോക്സിക് വർക്ക് പ്ലേസ് എന്ന് പറയുമ്പം കണ്ടുവരുന്ന കാര്യങ്ങൾ. ഈ ഫാക്ടേഴ്സൊക്കെ ആയിരിക്കും ഒരു പ്ലേസിന് ടോക്സിക് വർക്ക് പ്ലേസ് ആയിട്ട് മാറ്റുന്നത്. ഇപ്പം ഹൗ ഡു യു ഐഡൻറ്റിഫൈ, അത് നിങ്ങളെ ഏത് രീതിയിലായിരിക്കും എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ വർക്കിന് പോകുമ്പം രാവിലെ എണീറ്റ ഉടനെ നമുക്ക് പല കാരണങ്ങളായിരിക്കും ഇരിക്കാൻ വേണ്ടി. എനിക്കിന്ന് പോവണ്ട, ഇല്ല ഇൻട്രസ്റ്റ് ഇല്ല പോവാൻ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പിന്നുള്ളത്, ഇത് വല്ലാത്ത ഒരു നെർവസ്നെസ്സും ടെൻഷനും ദേഷ്യമൊക്കെയാണോ ഈ ഓഫീസിൽ പോകുന്നതെന്ന് പറയുന്നത്? പിന്നെ നിങ്ങൾക്ക് സ്ട്രെസ്സ് കൂടുതലാണോ? ഇന്ന് എന്തായിരിക്കും ചോദിക്കുക, ഇല്ലെങ്കിൽ ഇന്ന് എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചു വിടുമോ, ഇല്ലെങ്കിൽ എനിക്ക് കൂടുതൽ ജോലിയായിരിക്കും ഇന്ന് തരാൻ പോണത്, പിന്നെ ഡെഡ് ലൈൻസ് റീച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് പറഞ്ഞാലും മനസ്സിലാക്കാത്തൊരു ബോസാണോ? ഇതൊക്കെ കാരണം നിങ്ങളുടെ ഓവർ തിങ്കിങ് കൂടിയിട്ട്, അത് ഓവർ തിങ്കിങ് പിന്നെ കൂടിയ തന്നെയാണല്ലോ, ഓവർ തിങ്കിങ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉറക്കത്തിൽ പ്രശ്നം ഉണ്ടാവുന്നുണ്ടോ? പിന്നെ ഈ ഒരു സ്ട്രെസ്സ് കാരണം ഒരു കാരണവും ഇല്ലാണ്ട് തലവേദനയും, ഞാൻ പറഞ്ഞ ക്ലിനിക്കലായിട്ട് ഇല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ഇഷ്യൂ ഇല്ലാണ്ട് നിങ്ങൾക്ക് തലവേദനയും ബോഡി പെയിനും പല പല ബോഡിയിലുള്ള അസ്വസ്ഥതകൾ അനുഭവിക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ നിങ്ങൾ go through ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദ വർക്ക് പ്ലേസ് ദാറ്റ് യു ആർ ഇൻ ഇസ് നോട്ട് എ ഹെൽത്തി പ്ലേസ് അല്ലേ? ഇപ്പോൾ ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ഒരു റിപ്പോർട്ടിംഗ് ഹെഡ് എങ്ങനത്തെ ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണ്, ഇല്ലെങ്കിൽ ലീഡർഷിപ്പ് സ്റ്റൈലാണെന്നല്ല, അവരുടെ ഒരു വേ ഓഫ് വർക്കിങ്ങിൽ ഒരു ടോക്സിക് എലിമെൻ്റ് ഉണ്ടോ എന്ന് അറിയേണ്ടത്. അതിപ്പോൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഐ വിൽ ഹെൽപ്പ് യു ഔട്ട് വിത്ത് 10 questions. ഞാൻ ഈ പറയുന്ന 10 questionസിൽ മോസ്റ്റ് ഓഫ് ദി ആൻസേഴ്സ് നിങ്ങൾക്ക് യെസ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവരുടെ ഒരു ഫങ്ഷനിങ് സ്റ്റൈലിൽ ടോക്സിക് എലിമെൻറ്റ്സ് ഉണ്ട്. അപ്പം അത് ഉണ്ടെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പിന്നീട് പറയാം. സോ ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, നിങ്ങളെ കാരണം ഇല്ലാണ്ട് എല്ലാവരുടെ മുമ്പിൽ ക്രിട്ടിസൈസ് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കാതെയോ ഫീഡ്ബാക്കോ ചെയ്യാതെ നിങ്ങളെ പുട്ട് ഡൗൺ ചെയ്യാറുണ്ടോ? നമ്പർ 2, നിങ്ങൾക്ക് അവരെ കാണാനോ സംസാരിക്കാനോ വല്ലാത്തൊരു നെർവസ്നെസ്സോ പേടിയോ ഉണ്ടോ? നമ്പർ 3, നിങ്ങൾ ചെയ്ത ഒരു ജോലി ഇല്ലെങ്കിൽ ഒരു അച്ചീവ്മെൻറ്റിൻ്റെ ക്രെഡിറ്റ് അവരാണോ എടുക്കാറുള്ളത്? നമ്പർ 4, നിങ്ങളുടെ ജോലിയിലുള്ള റെസ്പോൺസിബിലിറ്റീസ് അല്ലാണ്ട് പുറത്തുള്ള പല കാര്യങ്ങളും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ടോ? നമ്പർ 5, നിങ്ങൾ എന്ത് നല്ല കാര്യം ചെയ്താലും എന്ത് അച്ചീവ് ചെയ്താലും നിങ്ങളെ ഒരു ഗുഡ് ജോബ് ഇല്ലെങ്കിൽ നന്നായി ചെയ്തു എന്ന് അപ്രിഷ്യേറ്റ് ചെയ്യാണ്ടിരിക്കുന്ന ഒരാളാണോ? നമ്പർ 6, അവർക്ക് കുറച്ച് ആൾക്കാരോടൊക്കെ ഒരു ഇഷ്ടക്കൂടുതൽ ഇല്ലെങ്കിൽ ഒരു ഫേവറിറ്റിസം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? നമ്പർ 7, നിങ്ങൾ ചെയ്യുന്ന ജോലീനെ അവർ കൂടെ വന്ന് ചെയ്യണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചുകൊണ്ടേ ഇരുന്ന് ഡിസ്റ്റർബ് ചെയ്യാറുണ്ടോ? നമ്പർ 8, നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ ടൈം 9 hours ആണെങ്കിൽ അതിന് 10, 11, 12 hours ഒക്കെ വർക്ക് ചെയ്യിപ്പിച്ചിട്ട് ഒരു താങ്ക്സ് പോലും പറയാണ്ട് പോകുന്ന ഒരാളാണോ? നമ്പർ 9, നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്തതോ അച്ചീവ് ചെയ്യാൻ തീരെ സാധ്യമല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ആയിട്ട് തരാറുണ്ടോ? നമ്പർ 10, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, അവർ നിങ്ങളുടെ ഒരു സ്പേസിനെ റെസ്പെക്റ്റ് ചെയ്യാറുണ്ടോ? ഇപ്പോൾ ഈ ചോദിച്ച ക്വസ്റ്റ്യൻസിലൊക്കെ നിങ്ങൾക്ക് 7 ക്വസ്റ്റ്യൻസും അതിൽ കൂടുതലും യെസ് എന്ന ആൻസർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അവരുടെ ഒരു ഫങ്ഷനിങ്ങിൽ ടോക്സിസിറ്റി ഇസ് ദെയർ. ഞാൻ ഇതുവരെ നിങ്ങളുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്
എന്തൊക്കെയായിരിക്കും നിങ്ങൾ ഫീൽ ചെയ്യുന്നത് ഒരു ടോക്സിക് വർക്ക് പ്ലേസിലാണെന്ന് വെച്ചാൽ എന്നുള്ളത് ഫസ്റ്റിലായിരുന്നു പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ ബോസ് ടോക്സിക് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളാണെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മൾക്ക് ജോലി നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. ചിലപ്പോൾ നമ്മുടെ കമ്മിറ്റ്മെൻറ്റ്സ് ആയിരിക്കാം, ഇല്ലെങ്കിൽ നമുക്കുള്ള പല പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. ജോലി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്തൊക്കെയാണെന്ന് നോക്കാം. വൺ തിങ്, നിങ്ങൾ അവരുടെ ഒരു ഫീഡ്ബാക്കിനെ നമ്മൾ ഓൾവേസ് ഒരു റൈറ്റ് സെൻസിൽ എടുക്കാൻ വേണ്ടി നോക്കുക. നിങ്ങളുടെ പോസിറ്റീവ്സ് എന്തൊക്കെയാണ്, നിങ്ങളുടെ സ്കിൽസ് എന്തൊക്കെയാണ്, ഞാൻ എപ്പോഴും പറയാവുന്ന രീതിയിൽ തന്നെ നിങ്ങളെ സെൽഫ് എസ്റ്റീമിനെ നന്നായിട്ട് നിങ്ങൾ ഡാമേജ് ചെയ്യാത്ത രീതിയിൽ നോക്കുക. സെക്കൻഡ്, നമ്മുടെ കയ്യിലുള്ള ആക്സസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പഠിക്കാൻ പറ്റുക, ട്രെയിനിങ് എടുക്കാൻ പറ്റുക, അപ്പ് സ്കിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. എന്തൊക്കെയാണ് എനിക്കിനി ജോബ് മാർക്കറ്റിൽ കുറച്ചും കൂടി നല്ല ജോലി കിട്ടാനുള്ള പോസിബിലിറ്റീസ് എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തന്നെ അപ്പ് സ്കിൽ ചെയ്യാൻ വേണ്ടി നോക്കുക. തേർഡ്, നിങ്ങളുടെ ഇമോഷൻസും സെൽഫ് കെയറിനെയും നിങ്ങൾ മുടങ്ങാണ്ട് നിങ്ങൾ ചെയ്യണം. നിങ്ങളെ ഒരുപാട് സ്നേഹിക്കാനും നിങ്ങൾ ടേക്ക് കെയർ ചെയ്യാനും നോക്കുക. പിന്നെ ഈ ഉള്ള ഒരു സ്ട്രെസ്സിനെ നിങ്ങൾ നല്ല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് നോക്കുക. മേ ബി യു ക്യാൻ ഇൻക്ലൂഡ് ഫ്യൂ റിലാക്സേഷൻ ടെക്നീക്ക്, ഇല്ലെങ്കിൽ നിങ്ങൾ ജിമ്മിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ അത് ചെയ്യാം. ഇഫ് യു ലൈക്ക് ടു ഫോളോ ഡയറ്റ് ഓർ ന്യൂട്രീഷൻ ഓർ വാക്കിംഗ്, ജോഗിങ്, നിങ്ങൾ കാം ഡൗൺ ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളാണോ അതൊക്കെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട്, ആക്ച്വലി ദിസ് ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, യു ഷുഡ് നോ ടു സ്റ്റാൻഡ് അപ്പ് ഫോർ യുവർ സെൽഫ്. നിങ്ങൾ താഴ്ത്തിക്കെട്ടി ആർക്കും സംസാരിക്കാനുള്ള റൈറ്റ് ഇല്ല. അപ്പം നിങ്ങൾക്ക് വേണ്ടി തന്നെ സ്റ്റാൻഡപ്പ് ചെയ്തിട്ട് സംസാരിക്കേണ്ടത് അത്യാവശ്യമാണ്. അവർ പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ടിരിക്കേണ്ട ഒരു റിക്വയർമെൻറ്റ് ഇവിടെ ഇല്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ, വെൻ യു ലവ് യുവർ സെൽഫ് ആൻഡ് നമ്മൾ അപ്സ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നിന്ന് സംസാരിക്കാൻ പറ്റും. ആൻഡ് ഡെഫിനറ്റ്ലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എത്രത്തോളം ജോലി അത്യാവശ്യമാണോ അത്രത്തോളം തന്നെ ആ കമ്പനിക്ക് ജോലി ചെയ്യുന്ന ആൾക്കാർ അത്യാവശ്യമാണ്. സോ ആസ് മച്ച് as you need the company also needs you or people like you. So എപ്പോഴും പേടിക്കേണ്ട ഒരു ആവശ്യവും. ദർ ഇസ് നത്തിങ് ടു വറി ടു മച്ച്. പക്ഷെ നമ്മുടെ ഒരു ഇൻറ്റേർണൽ റീവയറിങ് ഓർ റാദർ യുവർ മെൻറ്റൽ റീവയറിങ് നടന്നുകൊണ്ടേയിരിക്കണം. സോ ഇഫ് യു ആർ ഇൻ എ പ്ലേസ് ലൈക്ക് ദിസ്, ഐ വുഡ് സജസ്റ്റ് എക്വിപ്പ് യുവർ സെൽഫ് ആൻഡ് മൂവ് ഔട്ട് ഓഫ് ദറ്റ് സ്പേസ്. അവിടെ നിന്ന് ആവുന്നത്രയും പെട്ടെന്ന് നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും ആവുന്നത്രയും സ്കിൽസ് ഡെവലപ്പ് ചെയ്തിട്ട് നല്ലൊരു പ്ലേസിലോട്ട് മൂവ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. സോ ഇതുപോലെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ട്രൈ ഓൾ ദീസ് സ്റ്റെപ്സ് ആൻഡ് ട്രൈ ടു മൂവ് ഓൺ ഫ്രം ദ. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ നല്ലൊരു പ്ലേസിൽ നല്ലൊരു മെൻറ്റോറിൻ്റെ ഒപ്പം വെരി ഗുഡ് കരിയർ ഉണ്ടാവട്ടെ, നല്ലൊരു പ്രൊഫഷണൽ ജേർണി ഉണ്ടാവട്ടെ. വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വെച്ചാൽ ഒരു ലൈക്ക് ചെയ്യണേ. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു ദ ചാനൽ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഇൻ ആൻഡ് യു ഹാവ് എ ഫാബുലസ് ഡേ.